നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോളേജിൽ രക്ഷാപ്രവർത്തനം വൈകിയതിൽ വിമർശനവുമായി കെ ശൈലജയുടെ കാലത്ത് ആരോഗ്യ ഡയറക്ടറായിരുന്ന സരിത ശിവരാമൻ വരികയാണ്. കെ ശൈലജ ടീച്ചറായിരുന്നു ആരോഗ്യ വകുപ്പിലായിരുന്നുവെങ്കിൽ ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നാണ് അവർ വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സന്ദർഭം ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു അവർ മുന്നോട്ട് കൊണ്ടുപോവുക എന്നും വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും കെ ശൈലജയുടെ കാലത്ത് ആരോഗ്യ ഡയറക്ടറായിരുന്ന സരിത ശിവരാമൻ പറയുന്നത് നമുക്ക് നോക്കാം. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായപ്പോൾ കരുത്തും ആത്മവിശ്വാസവും പകർന്ന് കൂടെ നിന്ന ജനപ്രതിനിധികളെ ഓർക്കുന്നുവെന്നാണ് സരിതയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ജീവന്റെ ഒരു തുള്ളിയെങ്കിലും ബാക്കിയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്ന അവരുടെ നിശ്ചയദാർഢ്യം തന്നിട്ടുള്ള ഊർജം ചെറുതൊന്നുമല്ലായിരുന്നു. പ്രളയത്തിലും ചുഴലിക്കാറ്റിലും ഒക്കെ ജീവൻ പണയം വെച്ച് ഓടി നടന്ന ആരോഗ്യ പ്രവർത്തകരെ നയിച്ച ജനപ്രതിനിധികളും മന്ത്രിമാരും വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു. മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനം വൈകി എന്ന വാർത്ത കേട്ടപ്പോൾ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി പോവുകയാണെന്നാണ് സരിത ശിവരാമൻ പറയുന്നത്. അതായത് മന്ത്രി ആദ്യം അവിടെ ഓടിയെത്തി മുഖം രക്ഷിക്കാനുള്ള ന്യായീകരണ ക്യാപ്സ്യൂൾ മാധ്യമങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത്. സാധാരണഗതിയിൽ എല്ലാവരും ഞെട്ടി. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ മന്ത്രി അവിടെ എത്തുന്നത് ഒരു ദിവസം വൈകിയായിരിക്കാം, അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞ ആ വാർത്ത വന്ന പഴങ്കഥയായി വിമർശനങ്ങളെല്ലാം വന്നതിന് ശേഷം ഒന്ന് പോയി നോക്കിയാൽ മതിയെന്ന മട്ടിലാണ് സാധാരണഗതി നടക്കാറ്. എന്നാൽ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഇത്രയും വേഗം അവിടേക്ക് എത്തി എന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കോട്ടയത്ത് എല്ലാ മന്ത്രിമാരും കോട്ടയത്തുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയും VN വാസവൻ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ അങ്ങനെ വരാതിരുന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കെട്ടിടങ്ങളുടെ ഇടയിലേക്ക് അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് അടിയിലേക്ക് ആയിപ്പോയ ബിന്ദുവിനെ ഒരു പക്ഷേ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് വന്ന ഉടനെ തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായി തിരിച്ചറിയുക പോലും ചെയ്യാതെ അവിടെ നിന്ന മാധ്യമങ്ങളുടെ മൈക്ക് നീട്ടിയ മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കൊരു തെറ്റും സംഭവിച്ചിട്ടില്ല, ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, ഇവിടേക്ക് ആരും വരാത്ത കെട്ടിടമാണെന്നൊക്കെ തന്നെ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉപയോഗശൂന്യമായ കെട്ടിടത്തിലെ അല്ലെങ്കിൽ അടച്ചിട്ട കെട്ടിടത്തിലേക്ക് ബിന്ദു ഒരു പക്ഷേ അതിക്രമിച്ചു കയറി തുറന്ന് ആ കെട്ടിടം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആ കെട്ടിടം ഉപയോഗിച്ച് അങ്ങനെ ബിന്ദു തനിയെ ആ കെട്ടിടത്തിലേക്ക് ചാടി മറിഞ്ഞ ഒരു പക്ഷേ സ്വയമേ ഇടിച്ചിറക്കിയതായിരിക്കാം ആ കെട്ടിടം, അങ്ങനെ അതിനടിയിൽ പെട്ടുപോയതായിരിക്കാം. അങ്ങനെയെങ്കിൽ പ്രതിഷേധിക്കുക തന്നെ വേണം, പ്രതികരിക്കുക തന്നെ വേണം. ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തെ വളരെ ഹാസ്യപരമായി, വളരെ ആ ഒരു ദേഷ്യം തമാശ രൂപേണ, അല്ലെങ്കിൽ തമാശ പറയേണ്ട സമയമല്ല നമുക്കറിയാം, പക്ഷെ എന്നാലും തമാശ രൂപേണ പറഞ്ഞു വെക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിയുടെയൊക്കെ തന്നെ വിശദീകരണം കേൾക്കുമ്പോൾ ഒരു പക്ഷേ ബിന്ദു സ്വയമേ അങ്ങനെ അപ്പോൾ ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് തിരിച്ചു ചോദിക്കേണ്ട ഒരു സാഹചര്യം വരുന്ന പോലെയാണ് നിലവിലുള്ളത്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ളവർ ഇത്തരത്തിൽ ദേഷ്യത്തോടു കൂടി എഴുതിയിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല, പ്രതിഷേധിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇവരുടെ ഈ ഒരു വാദങ്ങൾ ഇങ്ങനെയെങ്കിലും പറഞ്ഞ് ഇവരെ കുത്താതെ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന മട്ടിൽ ജയശങ്കർ അടക്കമുള്ളവർ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ ഇടുന്നുണ്ട്. എന്തായാലും നമുക്ക് ശൈലജ ടീച്ചറിനെ ഒന്ന് ഓർക്കേണ്ട ഒരു കാലഘട്ടം വരികയാണ്. ശൈലജ ടീച്ചറാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ആ മകന്റെ അടുത്ത് ആ മകന്റെ കണ്ണീർ ഒപ്പുന്നത്, ആ മകനെ ആശ്വസിപ്പിക്കുന്നത് ഒരു പക്ഷേ തൊട്ടരികിലിരുന്ന ആ ശൈലജ ടീച്ചർ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പോയി അവരെ സമാധാനിപ്പിക്കാമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ഒരുപക്ഷെ സമാധാനിപ്പിക്കുന്ന ശൈലജ ടീച്ചറിനെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വിധി ഇതായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇനി ഈ ഒരു ദുരവസ്ഥ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകരുത്. ഇനിയെങ്കിലും ആലോചിച്ചും കണ്ടും മാത്രം തീരുമാനമെടുക്കുക. പക്ഷെ മറ്റൊരു കാര്യം, ഇവിടെ ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ചു വിട്ടിട്ടും മന്ത്രിയാക്കാതെ പോയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരൊറ്റയാളുടെ പിടിപ്പുകേട് മാത്രമായിരുന്നു. അത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ജനങ്ങൾ എത്ര വോട്ട് ചെയ്തിട്ടും കയറ്റി വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. മുഖ്യമന്ത്രിയായ ഞാൻ തീരുമാനിക്കണം ഇവിടെ ആര് മന്ത്രിയാകരുത് എന്നുള്ള ആ ഹുങ്കിന്റെ പുറത്താണ് ഇന്ന് ഇവിടെ ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്ന ബിന്ദു എന്ന വീട്ടമ്മയുടെ ജീവനടക്കം നശിക്കാൻ കാരണം.